കേരള സർവകലാശാലയിൽ വിസിക്കെതിരെ വീണ്ടും എസ്എഫ്ഐ പ്രതിഷേധം. സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വിജിൻ പായന്തോട് ചേരുന്നു. വിജിൻ, വീണ്ടും എസ്എഫ്ഐ പ്രതിഷേധത്തിലാണ്, വിവരങ്ങൾ. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമൊന്നും എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. എന്നാൽ 12:20 കൂടിയാണ് എസ്എഫ്ഐ പ്രവർത്തകർ ഗേറ്റിനടുത്ത് നിന്ന് സർവകലാശാലയിലേക്ക് പ്രകടനമായി എത്തിയത്. തുടർന്ന് സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് പക്ഷേ അവരെ തടയുകയായിരുന്നു. കുറെ നേരം സർവകലാശാല കവാടത്തിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് പിറകുവശം സർവകലാശാല അകത്തേക്ക് കയറാനുള്ളൊരു നീക്കം എസ്എഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ പോലീസ് അതും തടയുകയായിരുന്നു. ഇപ്പോഴും എസ്എഫ്ഐ പ്രവർത്തകർ കുറച്ചുപേർ സർവകലാശാല ആസ്ഥാനത്ത് തന്നെയുണ്ട്. വൈസ് ചാൻസലർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചേംബറിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ വൈസ് ചാൻസലർ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ സമയത്തും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് രാവിലെ മുതൽ തന്നെ DC ഇങ്ങോട്ട് എത്തും എന്നറിയിച്ചുകൊണ്ട് തന്നെ ഒരുക്കിയിരുന്നത്. ആ പോലീസ് സംഘം ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഏകദേശം 250 വരുന്ന പോലീസ് സംഘമാണ് നിലവിൽ എസ്എഫ്ഐ പ്രതിഷേധം കണക്കിലെടുത്ത് ഇവിടെ ഉള്ളത്. വൈസ് ചാൻസലർ എന്തായാലും മാധ്യമങ്ങളുടെ മറ്റ് പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയപ്പോൾ വൈസ് ചാൻസലർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണമൊന്നും VC മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി മന്ത്രി R ബിന്ദു തന്നെ ഇന്ന് മോഹനൻ കുന്നുമ്മലുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു സമവായത്തിലേക്ക് നിലവിൽ ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. രജിസ്ട്രാറുടെ നടപടി അത് അംഗീകരിക്കണം എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ പ്രധാനമായ ആവശ്യം. ഒരു ദിവസമെങ്കിലും താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ആ സസ്പെൻഷനിൽ തുടരണം എന്നുള്ളതാണ് വൈസ് ചാൻസലർ. അത്തരം ഒരു വാശിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ സിൻഡിക്കേറ്റ് ഇതുവരെയും അതിന് അനുമതി നൽകിയിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കുകയാണ് വേണ്ടത് എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലവിൽ വ്യക്തമാക്കുന്നത്. അതേ നിലപാട് അവരിപ്പോഴും തുടരുകയാണ്. എന്തായാലും സർവകലാശാലയിലെ പ്രതിസന്ധി അയവില്ലാതെ തുടരുകയും ചെയ്യുന്നു. ധന്യ. ശരി വിജയൻ.